ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വപ്രയത്നത്തിലൂടെ കയറിവന്ന് കരിയറും ജീവിതവും പടുത്തുയർത്തിയ താരദമ്പതികളാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയും രാഹുൽ രാമചന്ദ്രനും. 2024 ഇരുവരുടെയും വിവാഹം. സിനിമാ സംവിധായകനായ രാഹുൽ തിരുവനന്തപുരം സ്വദേശിയാണ്. ശ്രീവിദ്യ കാസർഗോഡ് സ്വദേശിനിയും. 8 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായതിനു ശേഷമാണ് ശ്രീവിദ്യ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോഴിതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഇരുവരും. താരദമ്പതികൾ സ്വന്തം അധ്വാനത്തിലൂടെ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പുതിയ ഫ്ലാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങ്. കാസർഗോഡ് നിന്ന് ശ്രീവിദ്യയുടെ ബന്ധുക്കളും തിരുവനന്തപുരത്ത് നിന്ന് രാഹുലിന്റെ ബന്ധുക്കളും ഇരുവരുടെയും സുഹൃത്തുക്കളും എല്ലാം എത്തിച്ചേർന്നിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അച്ചീവ്മെന്റാണ് ശ്രീവിദ്യ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. അതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. കഥ എന്നാണ് ഫ്ലാറ്റിന് നൽകിയിരിക്കുന്ന പേര്. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ജന്മനാട്ടിൽ ഫ്ലാറ്റ് വാങ്ങാതെ കൊച്ചിയിൽ വീട് വാങ്ങിയതിന് പിന്നിലെ കഥയും ഇരുവരും പങ്കുവച്ചു. 2018 തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ എനിക്കിവിടെ കയറി കിടക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾക്കൊപ്പം നിന്നാണ് ആദ്യത്തെ സിനിമയായ ജീംബൂമ്പ ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് 2019 കൂട്ടിനൊരു പെണ്ണില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കൊച്ചി തന്നെയാണ് എനിക്ക് ശ്രീവിദ്യ മുല്ലശ്ശേരിയെ തന്നത്. അതും വളരെ യാദൃശ്ചികമായിരുന്നു. 2019 തുടങ്ങിയ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഏകദേശം 8 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണത്തിലേക്ക് എത്തി. കല്യാണശേഷം ആദ്യം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നപ്പോൾ ചോദിച്ചത് ഒരു വീട് നമ്മൾ ഉണ്ടാക്കുമായിരിക്കുമോ എന്നാണ്. അന്ന് ഞാൻ ശ്രീവിദ്യയോട് പറഞ്ഞു, എടാ നിനക്ക് കാസർഗോഡ് വീടുണ്ട്, എനിക്ക് തിരുവനന്തപുരത്ത് വീടുണ്ട്, നമുക്ക് വീടായല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും ഒരു വീടെന്ന്. അപ്പോൾ ചിന്നു എന്നോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് കൊച്ചിയാണ്, കൊച്ചിയിൽ നമുക്കൊരു വീട് വേണ്ടേ എന്ന്. സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഇതൊന്നും. എൻ്റെ 31ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായി ഒരു വീട് പണിയുമെന്ന കാര്യം. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വീടായ കഥയിലാണ്. കഥകൾ പറഞ്ഞ് ഞങ്ങൾ ചേർന്നുണ്ടാക്കിയ വീടായതുകൊണ്ടാണ് വീടിനും കഥ എന്ന് പേരിട്ടത് എന്നാണ് രാഹുൽ പറഞ്ഞത്. കഥയേക്കാൾ ഉചിതമായ മറ്റൊരു പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ശ്രീവിദ്യയും പറഞ്ഞു. പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ് രാഹുൽ. അതിനിടയിലും ചെറിയ കഥകൾ പറഞ്ഞു പങ്കുവെക്കുന്ന രാഹുലിന്റെ റീലിന് ആരാധകർ ഏറെയാണുള്ളത്. യൂട്യൂബ് ചാനലുമായും ഇരുവരും സജീവം തന്നെയാണ്. ഇരുവരുടെയും സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം പുതിയ നേട്ടത്തിൽ ആശംസകൾ അറിയിച്ചെത്തി. ഒരുപാട് സന്തോഷം, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ആഗ്രഹിച്ചതൊക്കെ നേടാൻ സാധിക്കട്ടെ, എപ്പോഴും പ്രാർത്ഥനയിൽ കൂടെയുണ്ടാകും എന്നിങ്ങനെയെല്ലാം ആരാധകർ കുറിച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ശ്രീവിദ്യ പിന്നീട് മമ്മൂട്ടി, അനു സിത്താര എന്നിവർക്കൊപ്പം ഒരു കുട്ടനാടൻ ബ്ലോഗ്, ബിബിൻ ജോർജ് പ്രയാഗ എന്നിവരോടൊപ്പം ഒരു പഴയ ബോംബ് കഥ, നൈറ്റ് ഡ്രൈവ്, സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ തുടങ്ങി നിരവധി ചിത്രങ്ങൾ. പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെയും രാഹുൽ രാമചന്ദ്രന്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്.